നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രവാസ ലോകത്തെ വാർത്തകളെല്ലാം ഒറ്റനോട്ടത്തിൽ അറിയാം. ഗൾഫിൽ ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ ഇങ്ങനെയാണ്. കൊറോണ വൈറസ് കേസുകളിൽ 1,83,969 ഉയർന്നിരിക്കുകയാണ്. ഇതിൽ 865 പേരാണ് മരിച്ചത്. 80,383 പേർക്ക് രോഗം ഭേദമായിട്ടുമുണ്ട്. 6 ഗൾഫ് രാജ്യങ്ങളിലായി 1,02,721 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. അതിൽ സൗദിയിൽ 72,000 ആളുകളും, ഖത്തറിൽ 43,000 ആളുകളും, UAE മാത്രം 29,000 ആളുകളും, കുവൈറ്റിൽ 21,000 ആളുകളും, ബഹ്റിനിൽ ഏകദേശം 10,000 ആളും, ഒമാനിൽ 7,000 ആളുകളുമാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ച കേസുകൾ ഉള്ളത്. ഞായറാഴ്ച ഗൾഫിൽ 7,000 പേർക്ക് പുതുതായി രോഗം ബാധിച്ചു എന്നുള്ളത് തന്നെയാണ് വിവരം. 24 മണിക്കൂറിനിടെ 24 പേർ മരിച്ചു എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത. സൗദിയിൽ നിന്ന് 11 പേരും, കുവൈറ്റിൽ നിന്ന് 8 പേരും, ഖത്തറിൽ നിന്ന് 2 പേരും, UAE നിന്ന് ഒരാളും, ബഹ്റിനിൽ നിന്ന് ഒരാളുമാണ് മരിച്ചത്. സൗദിയിൽ 2,399 പേരും, ഖത്തറിൽ 1,501 പേരും ഇതുവരെ മരിച്ചു കഴിഞ്ഞു. UAE-യിൽ 781 പേരാണ് മരിച്ചത്. ഒമാനിൽ 513 പേർ മരിച്ചു. ബഹ്റിനിലാകട്ടെ 336 പേർ മരിച്ചു. അതേസമയം വന്ദേ ഭാരത് ദൗത്യത്തിൽ 3ാം ഘട്ടം നാളെ ആരംഭിക്കുകയാണ്. ആദ്യ ദിനമായ നാളെ ഗൾഫിൽ നിന്ന് ഇന്ത്യയിലേക്ക് 9 വിമാനങ്ങളാണ് സർവീസ് നടത്തുക. അതിൽ 8 സർവീസുകളും കേരളത്തിലേക്കാണെന്നുള്ളതാണ് പ്രത്യേകത. 7 UAE-യിൽ നിന്നും 1 സർവീസ് ബഹ്റിനിൽ നിന്നുമാണ്. ഇനി ദുബായിൽ നിന്നുള്ള വാർത്തകൾ നോക്കിയാൽ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലുള്ള പ്രവാസികൾക്ക് തിരികെ വരാമെന്ന് UAE ഭരണകൂടം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. UAE-യുടെ സാധ്യതയുള്ള താമസ വിസ ഉള്ളവർക്കാണ് ഇത്തരത്തിൽ മടങ്ങാൻ അനുമതിയുള്ളത്. വിദേശകാര്യം, അന്താരാഷ്ട്ര സഹകരണം, ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് എന്നീ വകുപ്പുകൾ സംയുക്തമായി മടങ്ങി വരാൻ താല്പര്യമുള്ളവരുടെ പട്ടിക തയ്യാറാക്കുകയും ചെയ്യും. കുവൈറ്റിൽ നിന്നുള്ള വിശേഷങ്ങൾ നോക്കിയാൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 665 പേർക്കാണ് കുവൈറ്റിൽ മാത്രം കൊറോണ വൈറസ് സ്ഥിരീകരിച്ചത്. ഇതോടെ രാജ്യത്തെ കൊറോണ വൈറസ് കേസുകളുടെ ആകെ എണ്ണം 21,967 മാറിക്കഴിഞ്ഞു. പുതിയ രോഗികളിൽ 195 പേർ ഇന്ത്യക്കാരാണ് എന്നുള്ളതും പ്രത്യേകതയാണ്. ഇതോടെ കുവൈറ്റിൽ കോവിഡ് സ്ഥിരീകരിച്ച ഇന്ത്യക്കാരുടെ എണ്ണം 7,030 മാറി. 24 മണിക്കൂറിനിടെ 9 പേരാണ് കുവൈറ്റിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. ഇതോടെ രാജ്യത്ത് കൊറോണ വൈറസ് മൂലം മരിച്ചവരുടെ എണ്ണം 165 ഉയർന്നു. കുവൈറ്റിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങുവാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്കായി രജിസ്റ്റർ ചെയ്യാൻ നിലവിലുണ്ടായിരുന്ന ഇമെയിൽ ID-യിൽ മാറ്റം വന്നിരിക്കുകയാണ്. നാട്ടിലേക്കുള്ള മടക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പുതിയ ഇമെയിലിൽ ബന്ധപ്പെടണമെന്ന് എംബസി അറിയിച്ചു കഴിഞ്ഞു. എംബസിയിൽ നേരത്തെ രജിസ്റ്റർ ചെയ്ത നമ്പർ, പോകേണ്ട എയർപോർട്ട്, നാട്ടിലേക്ക് മടങ്ങുവാനുള്ള കാരണം, ബന്ധപ്പെടാനുള്ള നമ്പർ എന്നിവ ഇമെയിൽ അയക്കുമ്പോൾ വ്യക്തമായി തന്നെ നൽകേണ്ടതാണ്. കുവൈറ്റിൽ നിന്നുള്ള വാർത്തകൾ ഇനി നോക്കാം. കുവൈറ്റിൽ മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന ജലീബ് അൽ ഷുബൈക്കിൽ ബംഗാളി മോസ്കിന് സമീപമുള്ള കെട്ടിടത്തിൽ വലിയ തീപിടുത്തമെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഈ സംഭവത്തിൽ ആർക്കും ഇതുവരെ പരിക്കേറ്റിട്ടില്ല എന്നുള്ള വാർത്തയും പുറത്തുവരുന്നു. അഗ്നിശമന വിഭാഗം ഉടനടി സ്ഥലത്തെത്തി കെട്ടിടത്തിൽ ഉണ്ടായിരുന്നവരെ ഒഴിപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടന്നത്. ഇനി സൗദിയിൽ നിന്നുള്ള പ്രധാന വാർത്തകൾ നോക്കുകയാണെങ്കിൽ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ കൊറോണ ബാധിച്ച ചികിത്സയിലായിരുന്ന 4 മലയാളികൾ മരിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറെ സങ്കടകരമായ വസ്തുത. ആദ്യമായാണ് ഒരു ദിവസം ഇത്രയധികം മലയാളികൾ ഇവിടെ മരിക്കുന്നത്. മലപ്പുറം രാമപുരം സ്വദേശി അഞ്ചരക്കണ്ടി അബ്ദുൽ സലാം എന്ന 58 വയസ്സുകാരനും, മലപ്പുറം കൊണ്ടോട്ടി മുതവല്ലൂർ സ്വദേശി പാറശ്ശേരി ഉമ്മർ എന്ന 53കാരനും, മലപ്പുറം ഒതുക്കൽ സ്വദേശി അഞ്ചുകണ്ടാൻ മുഹമ്മദ് ഇല്യാസ് എന്ന 43 വയസ്സുകാരനും, കൊല്ലം പുനലൂർ സ്വദേശി ഷംസുദ്ദീൻ എന്ന 42കാരനുമാണ് ഇന്ന് ജിദ്ദയിൽ മാത്രം മരിച്ചത്. ഇതിനിടെ സൗദിയിൽ കോവിഡ് ബാധിച്ച മരിച്ചവരുടെ എണ്ണം 23 ഉയരുകയും ചെയ്തു. ബ്രിട്ടനിൽ നിന്നുള്ള വാർത്തകൾ നോക്കിയാൽ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ചാരസംഘടനകളെ സഹായിച്ച് നാട് കടത്തപ്പെട്ട സൗദി ഉദ്യോഗസ്ഥന്റെ കുടുംബം ഇപ്പോൾ പീഡിപ്പിക്കപ്പെടുകയാണെന്നാണ് റിപ്പോർട്ട്. മുൻ പാശ്ചാത്യ രഹസ്യ അന്വേഷണ ഉദ്യോഗസ്ഥന്റേതാണ് ഈ വെളിപ്പെടുത്തൽ. കുറെ വർഷങ്ങളായി ബ്രിട്ടന്റെ IM6 സൗദി അറേബ്യയിലെ മറ്റു പാശ്ചാത്യ ചാര ഏജൻസികൾക്ക് ഇടയിൽ പ്രധാന പങ്കുവഹിച്ചിരുന്ന മുതിർന്ന സൗദി സുരക്ഷാ ഉദ്യോഗസ്ഥനായ ഡോക്ടർ സാദൽ ജാബ്രിയുടെ കുടുംബത്തെ തട്ടിക്കൊണ്ട് പോയെന്ന് തന്നെയാണ് ആ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാവുക. സൗദി പൗരന്മാരുടെയും മറ്റ് അറബ് വംശജരുടെയും പ്രിയപ്പെട്ട ബസ്മതി അരി ഉൽപ്പാദിപ്പിക്കുന്ന ഈ പ്രമുഖ ഇന്ത്യൻ കമ്പനിയുടെ 29.9% ഓഹരി സൗദി സ്വന്തമാക്കിയെന്ന വാർത്തയും പുറത്തുവരികയാണ്. ഭക്ഷ്യ ഉൽപാദനങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ നിക്ഷേപം നടത്തുകയും വിദേശ രാജ്യങ്ങളിൽ ഭൂമി പാട്ടത്തിനെടുക്കുകയും മറ്റും കൃഷി ചെയ്യുകയും ചെയ്യുന്ന സാലിക എന്ന സൗദി കമ്പനിയാണ് 29.9% ഓഹരി ഇന്ത്യൻ കമ്പനിയിൽ നിന്ന് സ്വന്തമാക്കിയത്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി 2009 സാലിക് എന്ന കമ്പനി സ്ഥാപിക്കപ്പെട്ടത്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് ഏക്കറുകളിൽ ഈ കമ്പനി കൃഷി ഇറക്കുകയും ചെയ്തിരുന്നു. ഒമാനിൽ നിന്ന് ഒരു പ്രധാന വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന സാധാരണ പ്രവാസികൾക്ക് ചാർട്ടേഴ്സ് വിമാനം പ്രയോജനപ്പെടില്ല എന്ന തൊഴിലാളി സംഘടനാ പ്രവർത്തകർ തന്നെ ഇപ്പോൾ വ്യക്തമാക്കി.
വ്യക്തമാക്കിയിരിക്കുന്നു. ഒഴിപ്പിക്കൽ വേഗത്തിലാക്കുവാൻ കൂടുതൽ വിമാന സർവീസുകൾ ആവശ്യമാണെന്നാണ് പ്രവാസികൾ തന്നെ പറയുന്നത്. ആയിരക്കണക്കിന് പ്രവാസികളാണ് ആഹാരവും മരുന്നുമില്ലാതെ ഒമാനിൽ ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഏറെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഇത്. എണ്ണവിലയിലുണ്ടായ ഇടിവും കോവിഡ്-19 വ്യാപനവും ഒമാനിലെ സ്വകാര്യ മേഖലയെ വളരെ സാരമായി തന്നെ ബാധിച്ചു എന്നുള്ളതാണ് അവസ്ഥ. ഇതുമൂലം മലയാളികളടക്കം നിരവധി ഇന്ത്യക്കാരുടെ തൊഴിൽ നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നു. തൊഴിൽ നഷ്ടപ്പെട്ട ഒരു വിഭാഗം കമ്പനി ജീവനക്കാർക്ക് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് ചാർട്ടേഴ്സ് വിമാനങ്ങൾ ഉപകാരപ്പെടും എന്നുള്ളത് തന്നെയാണ്. എന്നാൽ സാധാരണ തൊഴിലാളികൾക്ക് ഈ സംവിധാനം ഒട്ട് പ്രയോജനപ്പെടുകയുമില്ല. ഇതുതന്നെയാണ് വിലയിരുത്തൽ നിന്ന് വ്യക്തമാവുക. ഇത്തരം ചാർട്ടേഴ്സ് വിമാനങ്ങൾ ഏർപ്പാടാക്കുവാൻ ഒമാനിൽ സാമ്പത്തിക ശേഷിയുള്ള കമ്പനികൾ വളരെ കുറവാണ് എന്നുള്ളതും വസ്തുതയാണ്. ഇനി ബ്രസീലിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബ്രസീലിൽ കോവിഡ് ബാധിച്ച 965 പേർ കൂടെ മരിച്ചുവെന്ന വാർത്ത വരുമ്പോൾ ഫോട്ടോ കഴുകിയായിരുന്ന പ്രസിഡന്റ് ജെയിൻ ബോൾസോനാരോയാണ് യഥാർത്ഥ കൊലയാളി എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പലപ്പോഴും താരതമ്യം ചെയ്യപ്പെടാറുള്ള തീവ്ര വലതുപക്ഷ രാഷ്ട്രീയക്കാരനായ ബോൾസോനാരോയുടെ സ്വന്തം ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിച്ച ശാരീരിക അകലം പാലിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ആവർത്തിച്ച് ലംഘിച്ച ആളാണ് ഇദ്ദേഹം. 22,000-ൽ അധികം ആളുകൾക്ക് കോവിഡ് ബാധിച്ച ബ്രസീലിൽ ഇതുവരെ മരണപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് വസ്തുത. 3,47,000 കോവിഡ് രോഗികളുള്ള ബ്രസീലിൽ അമേരിക്ക കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഉയർന്ന രോഗി നിരക്കുള്ള രണ്ടാമത്തെ രാജ്യമാണെന്നതും പ്രത്യേകതയാണ്. പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ബോൾസോനാരോ ശനിയാഴ്ച തലസ്ഥാനമായ ബ്രസീലിയയിലെ തെരുവോരത്തെ കടകളിൽ ചെന്നാണ് ഭക്ഷണം കഴിച്ചത്. എന്നിരുന്നാലും 1/3 ബ്രസീലുകാരുടെ പിന്തുണ ബോൾസോനാരോയ്ക്ക് ഇപ്പോഴും ഉണ്ടെന്ന് തന്നെയാണ് അടുത്തിടെ പുറത്തു വന്ന ചില സർവേകൾ സൂചിപ്പിക്കുന്നതും. ചില പ്രാദേശിക അനുനായികൾ ബോൾസോനാരോയെ കാണുമ്പോൾ മീറ്റോ, അതായത് ഇതിഹാസം എന്ന് ആർപ്പ് വിളിക്കുന്നതായും കാണാം. ഇതിനിടയിൽ പോലും മങ്ങിയ തോതിലുള്ള ചില പ്രതിപക്ഷ ശബ്ദങ്ങളും ഉയർന്നു വരുന്നതായി കാണുകയും ചെയ്യാം. അതേസമയം ഇന്ത്യ ചൈന അതിർത്തിയിൽ നടക്കുന്ന കാര്യങ്ങളും പ്രവാസികളെ അറിയിക്കാതിരിക്കുവാൻ തോന്നുന്നില്ല. സൈനിക നീക്കം വളരെയധികം നടക്കുന്നതായാണ് ഇവിടെ നിന്നുള്ള റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാവുക. ചൈന 5,000 പട്ടാളക്കാരെ അതിർത്തിയിൽ നിയോഗിച്ചതായി കൃത്യമായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ ഇന്ത്യയും അതേ പ്രദേശത്തേക്ക് സൈന്യത്തെ അയക്കുകയും ചെയ്തിരിക്കുന്നു. നിയന്ത്രണ രേഖയ്ക്ക് തൊട്ടടുത്ത് ചൈനീസ് അതിർത്തിയിൽ പീപ്പിൾസ് ലിബറേഷൻ ട്രൂപ്പിന്റെ വലിയൊരു ടീമിനെ തന്നെ ചൈന നിയോഗിച്ചിട്ടുണ്ടെന്നും വിവരങ്ങൾ പുറത്തുവരികയാണ്. നിയന്ത്രണ രേഖയുടെ ഇന്ത്യൻ ഭാഗത്ത് ഇന്ത്യ സൈന്യത്തെ വിന്യസിച്ച സ്ഥലങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടാവുന്ന തരത്തിലാണ് ചൈന സൈന്യത്തെ വിന്യസിച്ചിട്ടുള്ളത്. ഈ പ്രദേശത്തെ നിയന്ത്രണ രേഖയുടെ ഇന്ത്യൻ ഭാഗത്ത് ഇന്ത്യൻ ആർമിയുടെ 81,144 ബ്രിഗേഡുകൾ റോന്തു ചുറ്റുന്നുമുണ്ട്. ദൈലത്ത് ബെഗ് ഓൾഡി പ്രദേശത്തും സമീപ പ്രദേശത്തും ചൈനീസ് സൈന്യം എത്തുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്ത്യ സൈന്യത്തെ ഈ പ്രദേശത്ത് നിയോഗിച്ചിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിശദീകരണം. എന്തായാലും ഒരുപക്ഷെ വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭത്തിലേക്കാണ് ഈ സംഭവങ്ങളെല്ലാം ഇന്ത്യയെ കൊണ്ടുവന്നിരിക്കുക. ഇതൊക്കെയാണ് ഇന്ന് പ്രവാസ ലോകത്തെ പ്രധാന വാർത്തകൾ. കൂടുതൽ വാർത്തകൾക്കായി പ്രവാസി മലയാളി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെസ്ക് പ്രവാസി മലയാളി.